ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഇന്ത്യയും അമേരിക്കയും പരസ്പരം അകലുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും പാകിസ്ഥാനെ തള്ളി പറഞ്ഞിരുന്നില്ല. എന്നാൽ US ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താക്കൾ കൃത്യമായി ഇന്ത്യക്കൊപ്പമാണെന്ന് പലതവണ പറയുകയും പത്രക്കുറിപ്പ് ഇറക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തലിന്റെ പേര് അടിച്ചെടുക്കാൻ നോക്കിയ ട്രംപിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയതോടെ ട്രംപിന്റെ ഇന്ത്യയോടുള്ള ഇഷ്ടക്കേട് മറനീക്കി പുറത്തു വരികയായിരുന്നു. ഇന്ത്യയെ നന്നാക്കാനായി ഇന്ത്യയിലേക്ക് ഉൽപ്പാദനം മാറ്റേണ്ട എന്ന് ആപ്പിൾ CEO ടിം കുക്കിനോട് പറയുകയും പിന്നീട് അത് പരസ്യമാക്കുകയും ചെയ്തു. ഇതിനിടെ പാകിസ്ഥാന് IMFൽ നിന്ന് ലോൺ കിട്ടുന്നതിന് സഹായിക്കുകയും അമേരിക്ക തന്നെ നേരിട്ട് 3300 കോടി രൂപയോളം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഇതിനെല്ലാം ശേഷം വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച 5 കോടിയോളം രൂപ വിലമതിക്കുന്ന മാമ്പഴത്തിന്റെ 15ഓളം ഷിപ്മെന്റുകളാണ് അമേരിക്ക സ്വീകരിക്കാതെ മടക്കിയത്. ഇതിന് അവർ പറയുന്ന കാരണം രേഖകളിലെ അവ്യക്തതയും മാമ്പഴം കേടുകൂടാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റുകളുമാണ്. എന്നാൽ നവി മുംബൈയിൽ വെച്ച് നടത്തിയ ട്രീറ്റ്മെന്റ് അമേരിക്കയുടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ തറപ്പിച്ചു പറയുന്നുമുണ്ട്. എന്നാൽ അമേരിക്കൻ കൃഷി വകുപ്പ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതോടെ മാമ്പഴത്തിന്റെ കയറ്റുമതിക്കാർക്ക് ഏതാണ്ട് 5 കോടിയുടെ രൂപയോടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതേക്കുറിച്ച് മഹാരാഷ്ട്ര സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ബോർഡ് പറയുന്നത് ലോകത്തിലെ മാമ്പഴ കയറ്റുമതിയുടെ 43% ഇന്ത്യയിൽ നിന്നാണെന്നും ഏതാണ്ട് 1000ഓളം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ ഇങ്ങനെ കയറ്റി അയക്കുന്നുണ്ടെന്നും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ആദ്യമാണെന്നുമാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിന് ശേഷം വന്ന മറ്റൊരു വാർത്തയാണ് തുർക്കിക്ക് അമേരിക്ക ഏകദേശം 2600 കോടിയോളം വിലമതിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ നൽകിയത്. ഇതിൽ AM-RAM മിസൈലുകളുടെ 53 യൂണിറ്റുകളും സൈഡ് വിൻഡർ ബ്ലോക്ക് 2 മിസൈലുകളുടെ 60 യൂണിറ്റുകളും ഉൾപ്പെടുന്നു. നാറ്റോയിലെ സഖ്യകക്ഷിയായ തുർക്കിക്ക് ഇത് നൽകുന്നതിലൂടെ നാറ്റോയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുമുണ്ട്. നേരത്തെ തുർക്കി റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനാൽ അമേരിക്കയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അമേരിക്കയുടെ F-35 വിമാനം തുർക്കിക്ക് നൽകാനുള്ള കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നീക്കത്തിലൂടെ ആ ബന്ധം തുർക്കി വീണ്ടെടുത്തിരിക്കുകയാണ്. ഇത്തരം മിസൈലുകളാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചിരുന്നത്. തുർക്കി യുദ്ധത്തിനിടെ പാകിസ്ഥാന് പിന്തുണ നൽകുകയും ആയുധ സഹായവും മറ്റും നൽകിയതോടെ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അമേരിക്കയുടെ ഈ നടപടി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നേരത്തെ പാകിസ്ഥാന്റെ നാവികസേന കപ്പലുകളെ ആധുനികവൽക്കരിക്കുന്നതിനും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും തുർക്കി പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. ഇതിനു പുറമെ അമേരിക്കയുമായി തുർക്കി ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടത്തി വരികയാണ്. ഇതെല്ലാം കൂടി നോക്കിയാൽ ഇന്ത്യക്കെതിരെ പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെട്ടു വരികയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടെ അമേരിക്ക ഇന്ത്യയുടെ എതിർചേരിയിലേക്ക് നീങ്ങിയതിന് വ്യക്തമായ തെളിവുകളായി. മറുവശത്ത് ഇന്ത്യക്ക് ഇതിനെതിരെ റഷ്യയുമായും യൂറോപ്യൻ യൂണിയനുമായും കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന മാർഗത്തിലേക്ക് തിരിയേണ്ടി വരും. ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ അമേരിക്ക തന്നെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും മുദ്രകുത്തിയവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും സഖ്യം രൂപീകരിക്കുന്നതും ഒക്കെ നാം കണ്ടിരുന്നു. ട്രംപിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.